അപ്പൊ ദൈവത്തോട് പാപം ചെയ്താൽ എന്നെ കുഴപ്പം? അതിന് മറുപടി പറയേണ്ടത് പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 32-33 വാക്യങ്ങളാണ്. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ. മോശ ദൈവത്തോട് പറയുകയാണ്, എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ. അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായ്ച്ചു. മോശ ദൈവത്തോട് പറയുക, എന്റെ പേരും മായ്ക്കണം. ഉടനെ യഹോവ മോശയോട്, എന്നോട് പാപം ചെയ്താൽ ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് അവന്റെ പേരും മായിച്ചു കളയും. അപ്പോൾ ഇവിടെ ആമേൻ വചനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, യഹോവ മോശയോട് പറയുകയാണ്, ആമേൻ എന്നോട് പാപം ചെയ്യുന്നവന്റെ പേര് ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയും. അപ്പോൾ ദൈവത്തോട് പാപം ചെയ്താൽ പുസ്തകത്തിൽ നിന്ന് പേര് മായിച്ചാൽ എന്താ സംഭവിക്കുന്നത്? വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കാണുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തട്ടിക്കളയും. കുറച്ചുകൂടെ പറഞ്ഞാൽ തീപ്പൊയ്കയിൽ തള്ളും. പ്രൈസ് ദി ലോർഡ്. അത് ഏവനെയും, ആരുമാകട്ടെ, ഏത് പണ്ഡിതനോ ഏത് പാമരനോ ധനവാനെന്നോ ദരിദ്രനെന്നോ ആമേൻ വിദ്യാസമ്പന്നനെന്നോ വിദ്യാവിഹീനനെന്നോ ആരുമായിക്കൊള്ളട്ടെ, ഏത് മനുഷ്യനുമാകട്ടെ, ഏത് വലിയ അഡ്രസ്സോ, ഇവിടെ എത്ര മഹത്വമോ എന്തൊക്കെ പറയാനുണ്ടെങ്കിലും ആമേൻ സ്നേഹിത, ജീവപുസ്തകത്തിൽ പേരില്ലെങ്കിൽ ആമേൻ കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള സ്ഥലത്തേക്ക് നിന്നെ തട്ടിക്കളയും. പ്രൈസ് ദി ലോർഡ്. കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള സ്ഥലം, ജീവപുസ്തകത്തിൽ പേരില്ലെങ്കിൽ. അപ്പൊ കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള സ്ഥലം. ഒരിക്കൽ ഞാൻ ഒരു മീറ്റിങ്ങിൽ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ മുൻപിലിരുന്ന ഒരു ബിരുദൻ ചെക്കനുണ്ടായിരുന്നു. അവൻ എന്നോട് ചോദിച്ചു, എൻ്റെ പാസങ്ങളെ, ഇന്ന് രാവിലെ മമ്മി പേപ്പർ കത്തിച്ചു പിടിച്ച ചെടിയിലിരുന്ന പുഴുവിനെ കരിച്ചിട്ടതും പിന്നെ എങ്ങനെ കെടാത്ത തീയിൽ ചാകാത്ത പുഴു? നിങ്ങൾക്ക് മനസ്സിലായോ? മമ്മി രാവിലെ പുഴുവിനെ കൊന്നത് ന്യൂസ് പേപ്പർ കത്തിച്ചു പിടിച്ചപ്പോൾ ആ തീയിൽ പുഴു കരിഞ്ഞു വീണെങ്കിൽ കെടാത്ത തീയിൽ എവിടാ ചാകാത്ത പുഴു? സ്തോത്രം. ചിലർക്കൊക്കെ ഒരു ആശ്വാസം, ചിലരൊക്കെ ഒന്ന് ശ്വാസം വിടുന്നു. ശരിയാണല്ലോ, കെടാത്ത തീയിൽ എവിടാ ചാകാത്ത പുഴു. വചനത്തിന് തെറ്റുപറ്റിയോ? ഒരിക്കലുമല്ല. സ്തോത്രം. പ്രൊഫസർ ഫ്ലൂബിയുടെ നേതൃത്വത്തിൽ സ്കോട്ട്ലൻഡിൽ സോണൽ സൈറ്റ് ടെലസ്കോപ്പിലൂടെ പൊട്ടിയൊഴുകുന്ന ഈ അഗ്നിപർവ്വതത്തിന്റെ ലാവയിലേക്ക് നിരീക്ഷണം നടത്തി. 3000 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ്. 400 ഡിഗ്രി കഴിഞ്ഞാൽ അത് ഇരുമ്പ് ഉരുകിയിറങ്ങും. 3000 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ്. എൻ്റെ പ്രിയരെ, നമുക്കിവിടെ 30 ഡിഗ്രി സെൽഷ്യസ് ചൂട് കൂടിയപ്പോൾ 4 ഫാൻ ഇല്ലാതെ പറ്റത്തില്ല. കടയിൽ AC-യുടെ കച്ചവടമായിരുന്നു. സ്വതന്ത്രം. 30 ഡിഗ്രി സെൽഷ്യസ് ചൂട് മേപ്പോട്ട് വന്നപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ 3000 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള തീക്കകത്ത് 2 തരം പുഴുക്കളെ ശാസ്ത്രം കണ്ടെത്തി. തീ തിന്ന് ജീവിക്കുന്ന പുഴുക്കൾ. അതിനൊന്നിന് പേരിട്ടു നിമാറ്റോൺ, 2 സൂപ്ലാക്സ്റ്റന്റ്, 2 എണ്ണം. പ്രൈസ് ദി ലോർഡ്. അവിടെ കൂടെ തീർന്നില്ല. ഭൂമിയുടെ ഈ ഭൗമതലത്തിന്, അതിൻ്റെ ഭൗമോപരിതലത്തിന് സമുദ്രത്തിൻ്റെ ആഴമുള്ള ഭാഗങ്ങളിൽ കട്ടി കുറവാണ്. അവിടെ വിള്ളലുകൾ ഉണ്ടായി. അതിലൂടെ ഗന്ധകം പുറത്തേക്ക് വരുന്നു. ശാസ്ത്രത്തിന്റെ കണ്ണുകൾ അത് ഒപ്പിയെടുത്തു. അവിടേക്ക് അവർ നിരീക്ഷണം നടത്തിയപ്പോൾ കണ്ടു റിപ്റ്റിയ എന്ന കുഴൽപ്പുഴുക്കൾ ഈ ഗന്ധക തീപ്പൊയ്ക്കകത്ത്. അവരതിന്റെ നീളം അളന്നു. 2.5 മീറ്റർ, 8.5 അടിയിലധികം നീളമുള്ള പുഴുക്കൾ. നമുക്ക് കൂടിയാൽ 6 or 6.5. ആമേൻ. കെടാത്ത തീയും ചാകാത്ത പുഴുമുള്ളത്. കെടാത്ത തീക്കകത്ത് കിടക്കുന്ന പുഴുവിന്റെ നീളം 8.5 അടിയിലധികം നീളമാണ്. സ്വോത്രം പറയാനുള്ള വകയില്ലെന്ന് എനിക്കറിയാം, എന്നാലും ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ഈ ഒരു അനുഭവം എന്ന് പറയുന്നത് വല്ലാത്തൊരു അനുഭവം. ഞങ്ങളുടെ നാട്ടിലും ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ടീമുണ്ട്. ആ ടീമിൻ്റെ സുവിശേഷ യോഗം നടക്കുമ്പോൾ കർത്തൃദാസന്മാർക്ക് ഫുഡ് കൊടുക്കാനുള്ള ക്രമീകരണം ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു വാഹനത്തിൽ അവർക്കുള്ള ഫുഡ് കൊണ്ടുവന്നു. സ്റ്റീൽ കലത്തിനകത്ത് ചോറ് കൊണ്ടുവച്ച് ഇറക്കി വെച്ചു. ചൂട് ചോറാണ്. ആവേശമുള്ള ഞങ്ങളുടെ ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. പുള്ളി ഓടിച്ചെന്ന് ആ സ്റ്റീൽ കലം എടുത്ത് തലയിലോട്ട് വെച്ചു, നടന്നു. 50 മീറ്റർ നടന്നപ്പോൾ അദ്ദേഹം അസ്വസ്ഥതയുണ്ടായി. പെട്ടെന്ന് അദ്ദേഹം അവിടെ വീണു പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. പെട്ടെന്ന് ഞാനും കാരണത്തെടുത്തിട്ടു
പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് എത്തിച്ചപ്പോൾ ഡോക്ടർ ചോദിച്ചത് ഇങ്ങനെയാണ്: ഈ മനുഷ്യൻ എന്നായി കാണിച്ചേ? ഈ ചൂട് ഈ തലയിൽ ഈ ബ്രെയിനിലേക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ ഈ മനുഷ്യന് മെന്റൽ ഡിപ്രഷൻ ആയേനെ. സ്വോത്രം. സ്റ്റീൽ കലത്തിനകത്ത് കിടക്കുന്ന ചോറിന്റെ ചൂട് ഈ തലച്ചോറിലേക്ക് ഇറങ്ങിയെങ്കിൽ ഈ മനുഷ്യന് മെന്റൽ ഡിപ്രഷൻ ആയിരുന്നു. സ്വോത്രം. എൻ്റെ അച്ഛൻ അങ്ങനെയാണെങ്കിൽ ലക്ഷക്കണക്കിന് ഫാരൻ ഹീറ്റുള്ള ഗന്ധക തീപ്പൊയ്ക എന്ന നിത്യം നരകത്തിനകത്ത് വീണ അവസ്ഥ എന്നാ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവിടെ കരിയില പോലെ നീ കത്തിപ്പോകത്തില്ല. സെക്കൻഡുകളില്ല, മണിക്കൂറുകളില്ല, നിത്യാനിത്യം കത്തിക്കൊണ്ടിരിക്കും. കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ശരീരത്തെ താമൻ തിന്നു തീർക്കാൻ പുഴുക്കണം. എന്നെ ഭയാനകരമാണ്, ഭീകരമാണ്. ഇന്ന് രാത്രിയിൽ പാപം ചെയ്താൽ അവൻ ജീവപുസ്തകത്തിൽ പേരില്ല. പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ടു, അതുകൊണ്ട് എങ്ങനെയും ആകാമെന്ന് നിങ്ങൾ കരുതരുത്. വിശുദ്ധിയോടുകൂടെ ജീവിച്ചില്ലെങ്കിൽ അവൻ നിത്യത നഷ്ടമാകും. ഈ രാത്രിയിൽ ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, കെടാത്ത തീയും ചാകാത്ത പുഴുമുള്ള ഒരു സ്ഥലമുണ്ട്. ആമേൻ. ഈ നിത്യം നരകത്തിന് വേണ്ടി ജീവിക്കാതെ ഈ രാത്രി നിനക്ക് രക്ഷ നൽകാൻ കഴിയുന്ന ഒരു രക്ഷകനായ നസറേനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തോട് ഈ രാത്രി പ്രതികരിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇത് രക്ഷയുടെ രാത്രിയാണ്, ഇത് വീണ്ടെടുപ്പിന്റെ രാത്രിയാണ്, നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്ന രാത്രിയാണ്. അപ്പോൾ ദൈവത്തോട് പാപം ചെയ്താൽ ജീവപുസ്തകത്തിൽ നിന്ന് പേര് മായിച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. വിജയകരമായൊരു ജീവിതം നയിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ആവശ്യമാണ്. നോസ്റ്റിസത്തിന്റെ അപകടകരമായ ആശയങ്ങൾക്കകത്ത് ആശയങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് വചനത്തിന്റെ പ്രമാണങ്ങൾക്കും നിത്യമായ സത്യത്തിൽ നിന്ന് അവരകന്നു മാറി തുടങ്ങിയപ്പോൾ, വിശ്വാസത്തിന്റെ പക്വമായ ചുവടുകൾ ഇടറാൻ തുടങ്ങിയപ്പോൾ, നിത്യതയുടെ കടമേറിയ തേജസ്സിന്റെ വെളിപ്പാടുകൾ നഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ, ആശയത്തിന്റെ കുതന്ത്രങ്ങൾക്കകത്ത് അവർ വഴുതി വീഴാൻ തുടങ്ങിയപ്പോൾ, പൗലോസ് വളരെ ഗംഭീരമായി അവരോട് പറയുന്നു, നിങ്ങൾക്ക് ഈ തിരുവചനത്തിലൂടെ ഒരു സത്യദൈവത്തെ വെളിപ്പെടുത്താനുണ്ട്, ഒരു രക്ഷകനെ വെളിപ്പെടുത്താനുണ്ട്, യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട്. അതിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ തുറക്കൂ. ഈ വചനം അകത്തു വരട്ടെ. ഇത് നിങ്ങളുടെ ആത്മരക്ഷയാണ്, ഇത് നിങ്ങളുടെ മാറ്റമാണ്. സ്നേഹിത, ഈ ലോകത്തിലെ മറ്റേത് ഗ്രന്ഥങ്ങളെക്കാൾ ഈ ചരിത്രത്തെ സ്വാധീനിച്ചിട്ടുള്ള ഒരു പുസ്തകം അത് ദൈവത്തിന്റെ വചനമാണ്. ഇവിടുത്തെ വിശ്വസാഹിത്യത്തിന്റെ നെറുകയിലാണ് ഈ പുസ്തകം എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഈ പുസ്തകത്തെ തച്ചു തകർത്തിറങ്ങാൻ പല ആളുകൾ എഴുന്നേറ്റു. നിങ്ങൾക്കറിയാമല്ലോ, വാൾട്ടയർ, അജ്ഞേയവാദിയായ വാൾട്ടയർ വിളിച്ചു പറഞ്ഞത്, അടുത്ത 100 വർഷം കൂടെ ഈ പുസ്തകം വായിക്കാൻ ആള് കാണത്തുള്ളൂ. അത് കഴിഞ്ഞാൽ വേദപുസ്തകത്തിന്റെ സ്ഥാനം ചവറ്റുകൊട്ടയിലാണ്. പക്ഷെ വാൾട്ടയർ കാലത്തിൽ നിന്ന് വിട ചൊല്ലി. ബൈബിൾ സൊസൈറ്റി വാൾട്ടയറിന്റെ വീട് വിലയ്ക്ക് വാങ്ങി. എന്നിട്ട് ആ വീടിനകത്തിരുന്നു കൊണ്ട് ലോകത്തിലെ എല്ലാ ഭാഷകളോടും ഈ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുകയാ. എത്ര പേരുന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ 100 വർഷം കൂടെ ഈ പുസ്തകത്തിന് ആയുസുള്ളൂ എന്ന് പറഞ്ഞവന്റെ വീട്ടിനകത്തിരുന്നു കൊണ്ട് ഇന്നും ലോകത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വചനമാണ്. ഈ രാത്രിയിലെ കരങ്ങളൊന്ന് ഉയർത്തി ശക്തിയോടൊരു ഹല്ലേലൂയ പറയാം. ആമേൻ. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം. മൂന്നാമത്തെ ഭാഗത്തേക്ക് ഏറ്റവും പ്രസക്തമായി എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട ഭാഗം അതാണ്. അവിടേക്ക് ഞാൻ ഓടി വരികയാണ്. വായിക്കാം നമുക്ക്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 27-ാമത് വാക്യം. അവരോട് ജാതിയുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. പ്രിയരെ, ക്രിസ്തു നിങ്ങളിൽ ഇരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? എഫേസ്യ ലേഖനം 3-ാം അധ്യായം 17-ാമത് വാക്യം. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന്. അപ്പോൾ യേശു ക്രിസ്തു ഹൃദയത്തിൽ വസിക്കുന്നത് വിശ്വാസത്താലാണ്. പണം കൊടുത്തല്ല ക്രിസ്തു ഹൃദയത്തിൽ വരുന്നത്. എവിടെയെങ്കിലും പോയിട്ടോ കണ്ടിട്ടോ കേട്ടിട്ടോ ഒന്നുമല്ല. ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്നത് വിശ്വാസത്താലാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെയാണ്. എന്തിനാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്? ഒരിക്കൽ
ഒരിക്കലൊരു ജയിലർ 2 ഉപദേശിമാരോട് ചോദിച്ചു, നാഥ, അതെ, ഞങ്ങൾ രക്ഷ പ്രാപിപ്പാൻ, യജമാനന്മാരെ, ഞങ്ങൾ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? ഉടനെ ആ ഉപദേശിമാർ പറഞ്ഞത്, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും രക്ഷയാണ്. വിശ്വസിക്കുന്നവർക്ക് രക്ഷ. എന്താ രക്ഷ? ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ. എന്ത് ശിക്ഷയാണ് മനുഷ്യൻ പാപിയാണ്. ആ പാപിയായ മനുഷ്യന് പാപത്തിന്റെ ശിക്ഷയുണ്ട്. ആ പാപത്തിന്റെ ശിക്ഷ യേശുക്രിസ്തു ക്രൂശിൽ ഏറ്റുവാങ്ങി നമുക്ക് രക്ഷ ക്രിസ്തു സാധ്യമാക്കിയത് കൊണ്ട് ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മനുഷ്യന് വിശ്വാസത്താൽ രക്ഷ തികച്ചും സൗജന്യമാണ്. അതിന് 5 നയാപൈസ ചെലവഴിക്കണ്ട. സ്നേഹിത, നിങ്ങൾ എങ്ങും എവിടെയും പോകണ്ട. ഇരിക്കുന്ന ഇരിപ്പിൽ, നിൽക്കുന്ന നിൽപ്പിൽ നിങ്ങൾക്ക് രക്ഷ നൽകാൻ ക്രിസ്തു മതിയായ ദൈവമാണ്. നിങ്ങൾക്കറിയാമോ, ഫ്ലോറിഡയിൽ ഈ കഴിഞ്ഞ മാസങ്ങൾക്ക് മുൻപ് 250 മൈൽ വേഗതയിൽ കാറ്റ് വീശിയടിച്ചപ്പോൾ അന്നത്തെ ബൈഡൻ ഭരണകൂടം ആ സംസ്ഥാനത്തോട് പറഞ്ഞത് ഇങ്ങനെയാ: രക്ഷപ്പെടണമെങ്കിൽ ഈ നാട് വിട്ടുപോക്കോണം, അല്ലെങ്കിൽ ഇവിടെ മരിക്കാൻ തയ്യാറാകണം. ലോകത്തിന്റെ പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്ക എന്ന ഭരണകൂടം അത് വീശിയടിച്ച കാറ്റിന്റെ മുൻപിൽ ആ ജനതയോട് പറഞ്ഞത് രക്ഷപ്പെടണമെങ്കിൽ ഈ നാട് വിട്ടുപോക്കോണമെന്നാണ്. എന്നാൽ ഇന്ന് രാത്രി സ്നേഹിത, നീ രക്ഷപ്പെടാൻ നാട് വിട്ടു പോകണ്ട, ദേശം വിട്ടു പോകണ്ട, എങ്ങോട്ടും പോകണ്ട. നീ ഇരിക്കുന്ന ഇരിപ്പിൽ, നിന്റെ വീട്ടിനകത്ത് ഇപ്പോൾ തന്നെ നീ വിശ്വസിക്കുന്നെങ്കിൽ നിനക്ക് രക്ഷ നൽകാൻ കഴിയുന്ന ഒരൊറ്റ രക്ഷകൻ, അതാണ് നസ്രയനായ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മനുഷ്യന് രക്ഷയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മനുഷ്യന് രക്ഷ. സ്തോത്രം. ഈ ക്രിസ്തു, എൻ്റെ പ്രിയരെ, നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ വസിപ്പാനായി ഇറങ്ങി വരുന്ന ക്രിസ്തു ഒരു സങ്കല്പമല്ല, ഒരു കെട്ടുകഥയല്ല, ഒരു അമ്മൂമ്മ കഥയിലെ കഥാപാത്രമല്ല. ഈ മഞ്ഞുകൊണ്ട് ഈ തൊണ്ടകീറി ഇവിടെ പ്രസംഗിക്കുന്നത് ഒരു അമ്മൂമ്മ കഥയിലെ കഥാപാത്രത്തെ പ്രസംഗിക്കാനല്ല. ഈ മഞ്ഞുകൊണ്ട് ഈ പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രിയിലും ആവേശത്തോടെ ഇവിടെ ഇരിക്കുന്നത് ഒരു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന സാക്ഷാൽ ദൈവമായവൻ, അതത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രയനായ യേശു ക്രിസ്തു. ആ ദൈവത്തിൻ്റെ ശ്രേഷ്ഠതകൾ, നിങ്ങളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ശ്രേഷ്ഠതകൾ ഈ രാത്രിയിൽ ചില മിനിറ്റുകൾ കൂടെ പറഞ്ഞ് പ്രാർത്ഥിപ്പാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത, നമ്മിൽ വസിക്കുന്ന ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത. കാരണം നമ്മിൽ വസിക്കുന്നവൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും നിങ്ങൾ തിരിച്ചറിയണം. എൻ്റെ പ്രിയരെ, ഈ പ്രപഞ്ചത്തിൽ പ്രസരിക്കുന്ന പ്രകാശമല്ല, പ്രപഞ്ച പ്രജാപന്റെ പ്രദീപ്ത പ്രഭാവത്തിൽ നിന്ന് പ്രാദുർഭവിക്കുന്ന പ്രഭയാണ് പ്രകാശമെങ്കിൽ അന്ധകാര ശക്തിയുടെ പ്രചണ്ഡമായ പ്രഹരമേറ്റ് രൂപനും അടുത്തു അമ്പര ചുംബികളായ മണിരാത്രിയിൽ ആ കർത്താവ് ഇവിടെ വന്നിട്ട് തുറന്ന് ശബ്ദമുയർത്തി ഒന്ന് പിശാച് വാദിക്കുന്നുണ്ടെങ്കിൽ എന്റെ ശുശ്രൂഷയെ പരാജയപ്പെടുത്തുമെന്ന്, നിന്റെ കുടുംബ ജീവിതത്തെ പരാജയപ്പെടുത്തുമെന്ന്, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ പരാജയപ്പെടുത്തുമെന്ന്, നീ അധ്വാനിച്ചത് മുഴുവൻ പരാജയമാകുമെന്ന്, കയ്പ് കാടി വലിച്ചു കുടിച്ച് കനലരിയുന്ന ജീവിതത്തിന്റെ ഇരുണ്ട സാഹചര്യങ്ങളിലൂടെ അതെ എങ്ങനെ മുന്നോട്ട് പോകുമെന്നോർത്ത് വേദനപ്പെട്ടുകൊണ്ട് എൻ്റെ ജീവിതം ഒരു ദുരന്തമായി മാറുമോ, ഒരു പരാജയമായി മാറുമോ, ഒരു വേദനയായി മാറുമോ, ഒരു അപമാനമായി മാറുമോ? ഇന്ന് രാത്രി നീ നിരാശപ്പെടുന്നെങ്കിൽ ഈ രാത്രി കുഞ്ഞേ, ജയാളിയായ ഒരുവൻ നമുക്കുണ്ട്. ജയം പ്രാപിച്ചവൻ എൻ്റെ അകത്തുണ്ട്. എത്ര പേർ കുറപ്പുണ്ട്? എൻ്റെ വശത്ത് 1000 പേരും എൻ്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അതെന്നോട് അടുത്തു വരത്തില്ല. കാരണം എൻ്റെ അകത്ത് ജയം പ്രാപിച്ചവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ ജയാളിയാണ്. എന്തിനെയൊക്കെ ജയിച്ചു അത് പറയുമ്പോൾ നിങ്ങൾക്കറിയാമെങ്കിലും പുറത്തറിയാത്ത ജനത്തോട് പറയട്ടെ. 1, യേശു ജയിച്ചത് മരണത്തെ, 2 പിശാചിനെ, 3 ലോകത്തെ, 4 പാപത്തെ. ആമേൻ. അപ്പോൾ മരണത്തെ യേശു ജയിച്ചു. യേശു മരണത്തെ ജയിച്ചു. യേശു എന്തിനാണ് മരിച്ചത്? എൻ്റെ പ്രിയരെ, യേശു മരിച്ചത് റോമാലേഖനം 6-ാം അധ്യായം 10-ാമത് വാക്യം പറയുന്നു, അവൻ പാപസംബന്ധമായിട്ടാണ് മരിച്ചത്. അപ്പോൾ യേശുക്രിസ്തു മരിച്ചത് പാപസംബന്ധമായിട്ടാണ്. യേശുക്രിസ്തുവിൻ്റെ മരണം ഒരു ആത്മഹത്യയോ കൊലപാതകമോ ഒരു ദുരന്തമോ ഒന്നുമല്ല. യേശുക്രിസ്തുവിൻ്റെ മരണം
പാപപരിഹാരയാഗമാണ്. ഇത് ഈ പാപപരിഹാരയാഗമായി തീർന്നത് അവൻ മനുഷ്യന്റെ പാപസംബന്ധമായിട്ടാണ് ക്രിസ്തു മരിച്ചത്. അപ്പോൾ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത്. പാപസംബന്ധമായി മരിച്ച ക്രിസ്തു പാപം ചെയ്തിട്ടല്ല, അവൻ പാപം അറിയാത്തവനാണ്. അവൻ പാപസംബന്ധമായി മരിച്ചത് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പാപസംബന്ധമായിട്ടാണ് ക്രിസ്തു മരിച്ചത്. യേശു ക്രിസ്തു ഇവിടെ ജനിച്ചത് തന്നെ ജീവിക്കാനല്ല, മരിക്കാനായിട്ടാണ്. മരിക്കാനായി ജനിച്ചവൻ കാൽവറിയുടെ കൊലമരത്തിൽ ആ മരണത്തെ അവൻ ആസ്വദിച്ചു. സ്നേഹിത, മരണത്തെ ആസ്വദിച്ച് ഒരാൾ ചരിത്രത്തിലുണ്ടെങ്കിൽ അത് ക്രിസ്തുവാണ്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരമായുള്ള ആ പകരപരിഹാര യാഗമരണത്തെ അവൻ ആസ്വദിച്ചു. യേശു മരിച്ചത് പാപസംബന്ധമായിട്ടാണ്. എന്നാൽ മരിച്ച് അടക്കപ്പെട്ട് ആ കുഴിമാടം കൊണ്ട് അവസാനിച്ചവനല്ല യേശു ക്രിസ്തു. എൻ്റെ പ്രിയരെ, എനിക്കത് പറയുമ്പോൾ ആവേശമുണ്ട്. കാരണം വെളിപ്പാട് പുസ്തകത്തിന്റെ 1:18 വായിക്കുന്നത്, യേശു ക്രിസ്തു യോഹന്നാന്റെ അടുത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു, പക്ഷെ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. അപ്പോൾ ഈ രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് എൻ്റെ പ്രിയരെ ബിജുപാസും സ്നേഹിതന്മാരും എല്ലാവരും കൂടെ ചേർന്ന് ഇവിടെ യോഗം സംഘടിപ്പിക്കുന്നത് 6 അടി മണ്ണിനകത്ത് നീറി ഒടുങ്ങിപ്പോയ ഒരു ദൈവ സങ്കല്പത്തെയല്ല, മരണപാശങ്ങളെ പൊട്ടിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു മാത്രമാകിയാൽ എത്ര പേരാ ദൈവത്തിന് സ്തോത്രം പറയാൻ, എത്ര പേരാ ദൈവത്തിന് മഹത്വമർപ്പിക്കാൻ ഇന്ന് രാത്രിയിൽ മനസ്സുണ്ട്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പാപസംബന്ധമായി മരിച്ചു, മരണം കൊണ്ട് അവസാനിച്ചവനല്ല ക്രിസ്തു. 2, അവന്റെ ശ്രേഷ്ഠത ശ്രദ്ധിക്കൂ, അവൻ പിശാചിനെ ജയിച്ചവനാണ്. 3, ലോകത്തെ ജയിച്ചു. 4, പാപത്തെ ജയിച്ചു. ആമേൻ. ഈ ഭാഗങ്ങൾ ഞാൻ വിടുന്നു. 2, ക്രിസ്തു സമ്പൂർണതയുള്ളവനാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന ക്രിസ്തു സമ്പൂർണതയുള്ളവനാണ്. ആമേൻ. ഒരു വാക്യം കൂടെ വായിക്കുന്നു, കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 9-ാമത് വാക്യം. കൊലോസ്യ ലേഖനം 2:9. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൽ വസിക്കുന്നത് ദൈവത്തിന്റെ സമ്പൂർണതയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു കെട്ടുകഥയിലെ കഥാപാത്രമല്ല, ഇതൊരു അമ്മൂമ്മ കഥയിലെ കഥാപാത്രമല്ല. ക്രിസ്തുവിൽ വസിക്കുന്നത് ദൈവത്തിന്റെ സമ്പൂർണതയാണ്. ആ സമ്പൂർണത കാണാൻ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 15-ാമത് വാക്യം. 1:15. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ, സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. അപ്പോൾ യേശുക്രിസ്തു അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ, സർവസൃഷ്ടിക്കും ആദ്യജാതൻ. ഈ 2 പദങ്ങളെ, ഈ വാക്യത്തെ ഞാൻ 2ആയി തിരിക്കുകയാണ്. 1, അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. പ്രതിമ എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ സ്വാഭാവികമായി നിങ്ങളുടെ മനസ്സിലേക്ക് ഉരുത്തിരിയാൻ സാധ്യതയുള്ളത് കല്ലിലോ മണ്ണിലോ മരത്തിലോ ഒക്കെ കൊത്തിയെടുത്ത ഒരു രൂപമായിരിക്കും. എന്നാൽ ശ്രദ്ധിക്കൂ, പ്രതിമ എന്ന പദം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് എയ്ക്കോൺ എന്നൊരു പദമാണ്. പ്രത്യക്ഷീഭാവം പുലർത്തുക, തനതാശീഭാവം പുലർത്തുക, തനതായതിനെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ പ്രതിമ വെളിപ്പെടുത്തുന്നത് ഗാന്ധിജിയെ തന്നെയാണ്. ഗാന്ധിജിയുടെ പ്രതിമ വെളിപ്പെടുത്തുന്നത് നെഹ്റുവിനെ അല്ല, ഗാന്ധിജിയെ തന്നെയാണ്. പ്രിയരെ, നമ്മൾ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മുഖം കാണുന്നത് പോലെ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ് ക്രിസ്തു എന്ന് പറഞ്ഞാൽ ആരും ഇന്നുവരെയും ഒരു നാളും കണ്ടിട്ടില്ലാത്ത ആ സാക്ഷാൽ ദൈവത്തെയാണ് ക്രിസ്തു വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ ദൈവത്തെ വെളിപ്പെടുത്തണമെങ്കിൽ ദൈവത്തിനല്ലാതെ മറ്റാർക്ക് സാധ്യമല്ല. അപ്പോൾ ദൈവത്തിന് മാത്രമേ ദൈവത്തിനെ വെളിപ്പെടുത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് ക്രിസ്തു ദൈവത്തെയാണ് വെളിപ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ അവൻ സാക്ഷാൽ ദൈവമാണ്. അതുകൊണ്ട് തന്നെ ഈ കോൺ എന്ന പദത്തിന് മലയാളത്തിന്റെ സുന്ദരമായ ഒരു പദം സമത്വമാണ്. സാമ്യം അല്ല. സാമ്യം എന്ന പദത്തോട് എനിക്ക് യോജിപ്പില്ല. സാമ്യം എന്ന പദത്തോട് യോജിപ്പില്ല എന്ന് പറയാൻ കാരണം, എന്നെ പോലെ ഇരിക്കുന്ന ആളുകൾ വേറെയുണ്ട്, നിങ്ങളെപ്പോലെ ഇരിക്കുന്ന ആളുകൾ വേറെയുണ്ട്. ഇവിടെ എൻ്റെ ഫ്രണ്ടിൽ ബിജുപാസ് ഇരിക്കുമ്പോൾ ബിജുപാസെ പോലെ ഇരിക്കുന്ന ഒരാൾ, ഒരു കർത്തൃദാസൻ ഞങ്ങളുടെ നാട്ടിലുണ്ട്.
അതുകൊണ്ട് എനിക്ക് കാണുമ്പോൾ എപ്പോഴും അദ്ദേഹത്തെ ഓർമ്മ വരുന്നത്. എൻ്റെ പ്രിയരെ, ഇതുപോലെ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ മറ്റാരെയെങ്കിലും എന്നെ പോലെ രൂപസാദൃശ്യമുള്ള ആളിനെ ഓർമ്മ വരും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെ, എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ, നിങ്ങൾ മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ. ഇതുപോലെ അവൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ യേശുക്രിസ്തു ദൈവങ്ങളിൽ ഒരു ദൈവമെന്നല്ല, ദേവഗണങ്ങളിൽ ഒരു ദേവനെന്നല്ല, ഏക സത്യദൈവം ആരോ ആ ദൈവമാണ് യേശുക്രിസ്തു. അതുകൊണ്ടാണ് ദൈവത്തോട് സമത്വമുള്ളവൻ, ദൈവത്തെ വെളിപ്പെടുത്തിയവനാണ് സാക്ഷാൽ യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ അവിടുന്ന് സാക്ഷാൽ ദൈവമാണ്. അതുകൊണ്ട് അവിടുന്ന് അത് നിത്യാസ്തിക്യമുള്ളവനാണ് എന്ന് പറഞ്ഞാൽ ഭൂതകാലത്തിനും ഭാവി കാലത്തിനും അവനിൽ അത് പ്രസക്തിയില്ല. നിത്യവർത്തമാന കാലസ്ഥനായവൻ. അതുകൊണ്ട് തന്നെ അവൻ സ്വയാസ്തിക്യമുള്ളവനാണ്. എന്താണ് സ്വയാസ്തിക്യം? സ്വയാസ്തിക്യം എന്ന് പറഞ്ഞാൽ ബാഹ്യകാരണം കൂടാതെ തന്നിൽ തന്നെ ആസ്തിക്യ കാരണമുള്ളവനാണ് സ്വയാസ്തിക്യമുള്ളവൻ എന്ന് പറഞ്ഞാൽ. എൻ്റെ പ്രിയരെ, നിങ്ങൾ അടുത്തു ചെല്ലുമ്പോൾ അശക്തനായ നിങ്ങൾ കൊടുക്കുന്ന ശക്തി സ്വീകരിച്ചിട്ട് ശക്തി പ്രാപിക്കുന്ന ഒരു ദൈവമല്ല യേശുക്രിസ്തു. നിങ്ങൾ കൊടുക്കുന്ന ജീവൻ ദാനമായി നേടിയിട്ട് ജീവൻ പ്രാപിക്കുന്ന ഒരു ദൈവമല്ല യേശുക്രിസ്തു. മറിച്ച് അടുത്തു ചെല്ലുന്ന അശക്തനായ നിന്നെ ശക്തീകരിക്കുന്ന സർവശക്തനാണ് യേശുക്രിസ്തു. അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്വാഭാവിക ഗുണലക്ഷണങ്ങൾ സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, നിത്യനായ ദൈവമാണ്. അതവന്റെ മഹത്വമാണ്. അതവൻ ആർക്കും കൈമാറ്റം ചെയ്യുന്ന ദൈവമല്ല, അതവന്റെ മഹത്വമാണ്. അപ്പോൾ ആ മഹത്വത്തിൽ അവൻ സ്വയാസ്തിക്യമുള്ളവനാണ്. എൻ്റെ പ്രിയരെ, നിത്യാസ്തിക്യവും സ്വയാസ്തിക്യത്വത്തിന്റെ സമ്പൂർണതയുടെ ശ്രേഷ്ഠതയുടെ അതിമഹത്വത്തിൽ വിരാജിക്കുന്ന ക്രിസ്തുവിനെ പോലെ ഒരു ദൈവം വേറെ ഉലകത്തിൽ ആരുമില്ല എന്ന് ആവേശത്തോടെ പറയുമ്പോൾ ഇന്ന് രാത്രി സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ആ കരങ്ങളൊന്ന് ഉയരട്ടെ ശക്തിയോടെ. പ്രൈസ് ദി ലോർഡ്. 2, അവനെക്കുറിച്ച് പറയുന്നു, അവൻ സർവ്വ സൃഷ്ടിക്കും ആദിജാതൻ. ആദിജാതൻ എന്ന പദത്തിന് കൊടുത്തിരിക്കുന്നത് പ്രോട്ടോട്ടോക്കോസ് എന്നൊരു പദമാണ്. അതിൻ്റെ അർത്ഥം സകലത്തിനും മുൻപേ ഉള്ളവൻ, സകലത്തിനും അധിപതി ആയവൻ എന്നാണ്. അപ്പോൾ സകലത്തിനും അധിപതിയായവൻ, സകലത്തിൻ്റെ മീതെ അധികാരമുള്ളവൻ, സർവത്തിനും മുമ്പേ ഉള്ളവൻ. അത് സൃഷ്ടിയല്ല, സൃഷ്ടാവാണ്. സർവത്തിനും മുമ്പേ ഉള്ളവൻ എന്ന് പറയുന്ന ഈ കാണുന്ന സകല ചരാചരങ്ങളും, ഈ കാണുന്ന വാനഭൂമി സകലതും, ഈ കാണുന്ന മുഴുപ്രപഞ്ചം, മനുഷ്യൻ ഉൾപ്പെടെയുള്ള സകലതും ഇതെല്ലാം ഉണ്ടാകുന്നതിന് മുൻപേ ഉണ്ടായിരുന്നവൻ എന്ന് പറഞ്ഞാൽ സകലത്തിനും മുൻപേ ഉണ്ടായിരുന്നവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ട് തന്നെ അവൻ പൂർവാസ്തിക്യമുള്ളവനാണ്. അതുകൊണ്ടാണ് അവൻ അബ്രഹാമിന് മുൻപേ ഉള്ളവനാണ്, കാലത്തിന് മുൻപേ ഉള്ളവനാണ്, ചരിത്രത്തിന് മുൻപേ ഉള്ളവനാണ്. എൻ്റെ പ്രിയരെ, സകലത്തിന് മുൻപേ ഉള്ളവനായ ഒരു ദൈവം എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതെല്ലാം സൃഷ്ടിയാണ്. സകലത്തിന് മുൻപേ ഉള്ളവൻ അത് സാക്ഷാൽ ദൈവമാകിയാൽ അങ്ങനൊരു ദൈവത്തെ ഇവിടെ ഉയർത്തണമെങ്കിൽ അത് യേശുക്രിസ്തുവാണ്. എൻ്റെ പ്രിയരെ, ഞാൻ ഈ പ്രഭാഷണം പറയുമ്പോൾ എൻ്റെ അകത്തൊരു ആവേശമുണ്ട്. എന്താണെന്നറിയാമോ? ഈ ഭാരതത്തിൻ്റെ അതേ യശസ് ഉയർത്തിപ്പിടിച്ച ഒരു അനുഗ്രഹീത പ്രഭാഷകനുണ്ട്. അത് സ്വാമി വിവേകാനന്ദനാണ്. അദ്ദേഹത്തിന്റെ വിവേകാനന്ദ സാഹിത്യ പർവം എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ഈ ഭൂമിയിലെ ആരെയെങ്കിലും ഭജിക്കണമെങ്കിൽ അത് ഉന്നതി വിട്ട് ഊഴിയിലേക്ക് ഇറങ്ങി വന്ന് യേശുക്രിസ്തുവിനോളം പോന്ന വേറെ ഒരാൾ ചരിത്രത്തിലില്ല. ഇത് പറഞ്ഞത് ഒരു ക്രിസ്ത്യാനിയല്ല, സ്വാമി വിവേകാനന്ദൻ പോലും വിളിച്ചു പറയുന്നു, സാക്ഷാൽ ദൈവമായ ഒരുവൻ ഉണ്ടെങ്കിൽ അത് യേശുക്രിസ്തു മാത്രമാണ്. അപ്പോൾ അവിടുന്ന് സാക്ഷാൽ ദൈവമാണ്. ആ ദൈവത്തിന്റെ ശ്രേഷ്ഠത തിരുവഴുത്തിലൂടെ പറഞ്ഞു വരുമ്പോൾ സ്ത്രീയുടെ സന്തതിയായി, പെസഹ കുഞ്ഞാടായി, ദൈവത്തിന്റെ കുഞ്ഞാടായി, അടിക്കപ്പെട്ട പാറയായി, പ്രവാചകന്മാരുടെ പ്രവാചകനായി, ന്യായാധിപന്മാരുടെ ന്യായാധിപനായി, പ്രിയരെ സംരക്ഷകനായി, യഥാസ്ഥാപകനായി, പൊടിമേൽ നിൽക്കുന്ന വീണ്ടെടുപ്പുകാരനായി, ചാർച്ചക്കാരനായ വീണ്ടെടുപ്പുകാരനായി, നല്ല ഇടയനായി, ഇങ്ങനെ പുസ്തകത്തിലുടനീളം വെളിപ്പെട്ടു വരുന്ന രക്ഷയുടെ വാതിലായ, രക്ഷയുടെ ഉറവിടമായ, കൊയ്ത്തിന്റെ യജമാനനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. എൻ്റെ പ്രിയരെ,
പ്രിയരെ, എൻ്റെ പ്രസംഗത്തിന്റെ ഭാഷയിൽ എനിക്കവനെ വർണ്ണിക്കാൻ കഴിയില്ല. ഭാഷകൾക്ക് അതീതനാണ്, വർണ്ണനകൾക്ക് അതീതനാണ്. അവർണ്ണനീയവും അനർവചനീയമായി അനർഗളം നിർഗളം പ്രവഹിക്കുന്ന തേജസ്സിന്റെ മഹത്വം ചുറ്റി ഇതിനകത്തുകൂടെ ഉലാവിക്കൊണ്ടിരിക്കുന്നവനെ അകക്കണ്ണ് തുറന്ന് കാണുന്നവരോട് ഇന്ന് രാത്രി സ്വോത്രം പറയാൻ മനസ്സാണ്. അത് പറഞ്ഞില്ലെങ്കിലും അവരുടെ അകത്ത് ഒരു താല്പര്യം തട്ടി ഉണർത്തപ്പെടും. ഈ തണുത്തുറയുന്ന മഞ്ഞിനകത്തും രക്ഷകന്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ അന്തരംഗം തുറന്ന് ആത്മാവിൽ സ്തുതിക്കാൻ എത്ര പേർക്കും മനസ്സുണ്ട്? അവരെ കരങ്ങൾ ഉയർത്തി, കരങ്ങളൊന്ന് വീശി ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. എന്റെ ആവേശം എന്താണെന്നറിയാമോ? ഇങ്ങോട്ട് വരുമ്പോൾ വഴുതക്കാട് വരെ മഴ പെയ്തു. സ്തോത്രം. ഈ അന്തരീക്ഷത്തെ ദൈവം അനുകൂലമാക്കിയില്ലേ? പെയ്തിറങ്ങിയ മഴത്തുള്ളികൾക്ക് അന്തരീക്ഷത്തിൽ താഴിട്ട് പൂട്ടി നിർത്തി ഈ അന്തരീക്ഷത്തെ ദൈവം അനുകൂലമാക്കി തന്നെങ്കിൽ ഈ ദേശം രക്ഷകനെ കാണാനാ, സാക്ഷാൽ ദൈവത്തെ കാണാനാ. ഇവിടെയുള്ള ചെറുപ്പക്കാരുടെ കണ്ണുനീരിന് പ്രാർത്ഥനയുടെ മറുപടി ദേശം വിടുവിക്കപ്പെടാനാ, ദേശം സ്വതന്ത്രമാകാനാ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഭാഷ കൊണ്ട് വർണ്ണിക്കാൻ കഴിയുന്നതിനപ്പുറം തേജസ്സാലങ്കൃതനായ ക്രിസ്തു, അവൻ ഭാഷാശാസ്ത്രത്തിൽ ആൽഫയും ഒമേഗയുമാണ്, ഭക്ഷ്യശാസ്ത്രത്തിൽ ജീവന്റെ അപ്പമാണ്, ജീവശാസ്ത്രത്തിൽ നിത്യജീവനാണ്, ജലശാസ്ത്രത്തിൽ അവിടുന്ന് നിത്യജീവന്റെ ഉറവയാണ്, അഗ്നിശാസ്ത്രത്തിൽ അവിടുന്ന് ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, വാനശാസ്ത്രത്തിൽ അവിടുന്ന് നീതി സൂര്യനാണ്, ജ്യോതിശാസ്ത്രത്തിൽ അവിടുന്ന് ഉദയം നക്ഷത്രമാണ്, തച്ചുശാസ്ത്രത്തിൽ അവിടുന്ന് ആണിക്കല്ലും മൂലക്കല്ലുമാണ്, ശിലാശാസ്ത്രത്തിൽ അവിടുന്ന് യുഗങ്ങളുടെ പാറയാണ്, മനഃശാസ്ത്രത്തിൽ ആശ്വാസപ്രദനാണ്, ഔഷധശാസ്ത്രത്തിൽ ഗിലെയാദിലെ ഔഷധമാണ്, ധനതത്വശാസ്ത്രത്തിൽ വീണ്ടെടുപ്പിന്റെ വിലയാണ്, ശരീരശാസ്ത്രത്തിൽ അവിടുന്ന് സഭയുടെ ശിരസാണ്, ശിലാതത്വ ശാസ്ത്രത്തിൽ അവിടുന്ന് യുഗങ്ങളുടെ പാറയാണ്, സസ്യശാസ്ത്രത്തിൽ അവിടുന്ന് സാക്ഷാൽ മുന്തിരിവള്ളിയും പനിനീർ പുഷ്പവുമാണ്, ജന്തുശാസ്ത്രത്തിൽ അവിടുന്ന് യഹൂദ ഗോത്രത്തിന്റെ സിംഹവും ദൈവത്തിന്റെ കുഞ്ഞാടുമാണ്, നരവംശ ശാസ്ത്രത്തിൽ അവിടുന്ന് സാക്ഷാൽ മനുഷ്യപുത്രനാണ്. എന്നാൽ ദൈവശാസ്ത്രത്തിൽ അവിടുന്ന് മഹാദൈവമാ, ഉന്നതനായവൻ, ഉയർന്നവനായവൻ, സ്വർലോകരുടെയും ഭൂലോകരുടെയും മുഴങ്കാൽ മടങ്ങുന്ന ശ്രേഷ്ഠനാമം ധരിച്ച ഒരുവൻ ഉണ്ടെങ്കിൽ അത് നസ്രയനായ യേശുക്രിസ്തുവാണ്. ഇന്നലെ രാത്രിയിൽ എൻ്റെ സ്നേഹിതനായ അജി ആന്റണിയും ഇവിടെ ജനിച്ചു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ആ ക്രിസ്തുവിനെയാണ് ഉയർത്തിയത്. ഇന്ന് രാത്രിയിലും ഈ ദൈവത്തെ, സാക്ഷാൽ ദൈവമായ ഈ ക്രിസ്തുവിനെ ഞങ്ങൾ ഉയർത്തുമ്പോൾ, സ്നേഹിത, നിന്റെ പാപത്തിന്റെ ചങ്ങലയെ പൊട്ടിക്കാൻ, ശാപത്തിന്റെ തടവറയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ, നിന്നെ രക്ഷിപ്പാൻ ഒരൊറ്റ രക്ഷകൻ, അത് സാക്ഷാൽ യേശുക്രിസ്തു മാത്രമാ. ടീമായി ഞങ്ങൾ ഒരുമിച്ച്, അഭിഷക്തന്മാരായി ഞങ്ങൾ ഒരുമിച്ച് വിളിച്ചു പറയട്ടെ, മറ്റൊരുത്തനിലും രക്ഷയില്ല. ചേർന്ന് പറഞ്ഞാട്ടെ, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരൊറ്റ നാമം, അത് യേശുക്രിസ്തു എന്ന നാമമാണ്. ഇതാ സുപ്രസാദകാലം, ഇതാ രക്ഷാദിവസം. ഈ രാത്രി പ്രയോജനപ്പെടുത്തുമോ? സ്നേഹിത, യേശുക്രിസ്തു സമ്പൂർണ്ണതയുള്ള ദൈവമാണ്. വിശ്വസിക്കുന്നതിന്റെ ഹൃദയത്തിൽ വസിപ്പാനായി ഇറങ്ങി വരുന്നത് സമ്പൂർണ്ണതയുള്ള ദൈവമാണ്. സമ്പൂർണ്ണതയുള്ള ദൈവം, അവൻ സാക്ഷാൽ ദൈവമാണ്. യേശുക്രിസ്തുവിന്റെ മൂന്നാമത്തെ പ്രത്യേകത കൊലോസ്യ ലേഖനത്തിൽ അവൻ പ്രത്യാശ പുരുഷനാണ്. പ്രത്യാശ പുരുഷനാണ്. നമ്മുടെ കർത്താവും മടങ്ങി വരാറായി. ഹലോ, എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്? യേശു മടങ്ങി വരാറായി എന്ന് പറയുമ്പോൾ എത്ര പേർക്ക് സന്തോഷമുണ്ട്? യേശു മടങ്ങി വരാൻ പോവുകയാണ്. അവന്റെ വരവിങ്കൽ എടുക്കപ്പെടുവാൻ കൊക്കോതമംഗല ദേശമേ നീ ഒരുങ്ങിയിട്ടുണ്ടോ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവനെ ചേർക്കാൻ യേശു ക്രിസ്തു മടങ്ങി വരാൻ പോവുകയാണ്. നമ്മുടെ പ്രത്യാശ പുരുഷൻ ക്രിസ്തുവാണ്. എന്താ പ്രത്യാശ? മഹത്വമാണ്. ഏതാണ് ആ മഹത്വം? അവന്റെ മഹത്വമുള്ള ശരീരത്തോട് നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്നു.
യേശുവിന്റെ വരവ് ഇനിയും അകലങ്ങളിലല്ല, വേഗത്തിൽ അത് സംഭവിക്കാൻ പോകുന്നു. പ്രാവചനിക തിരുവെഴുത്തിലേക്ക് നോക്കുമ്പോൾ ഒറ്റ ചിന്തക പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു ഏകലോക ഗവൺമെന്റ് ഇവിടെ ഉടലെടുത്തു കഴിഞ്ഞാൽ അതിന് തൊട്ടു മുൻപേ നമ്മുടെ കർത്താവ് ഇറങ്ങി വരും, നമ്മെ ചേർക്കാൻ. ഒരു ഏകലോക ഗവൺമെന്റ് ഇവിടെ ആവിർഭവിക്കണമെങ്കിൽ അതിനുള്ള സകല സാധ്യതകളും ഒരുങ്ങണം. എന്നാൽ ഇന്ന് രാത്രി ശ്രദ്ധിക്കൂ, ലോകം ഒന്നിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 1947 ജനറൽ എഗ്രിമെന്റ് താരിഫ് ട്രേഡ് എന്ന ഘാട്ടുകരാറിലൂടെ വ്യാവസായിക രംഗത്ത് ലോകം ഒന്നിച്ചു. 1994 WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിലൂടെ വീണ്ടും ലോകം വ്യാവസായിക രംഗത്ത് പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു. എന്റെ പ്രിയരെ, ലോക ആരോഗ്യ രംഗം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകം ഒന്നിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരൊറ്റ നാണയം, അതാണ് ഡിജിറ്റൽ നാണയം ബിറ്റ്കോയിൻ. ലോകത്തെവിടെ ഇരുന്നു കൊണ്ട് ബിസിനസ് നടത്താം. ആഗോള വ്യാപക ഷെയർ മാർക്കറ്റിംഗിലേക്ക് ലോകം ഒന്നിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്റെ പ്രിയരെ, ഇവിടെ വ്യാവസായികമായി ഒന്നിച്ചു, സാമ്പത്തിക മേഖലയിൽ ഒന്നിച്ചു, ഭാഷാപരമായി ലോകം ഒന്നിച്ചു. നിങ്ങൾക്കറിയാമോ, ഈ ലോകത്തെ ഒന്നിപ്പിക്കാൻ ആർക്ക് കഴിയുമെന്ന് ചോദ്യം പലരും ഉയർത്തിയപ്പോൾ 21ാം നൂറ്റാണ്ടിൽ അതിന് തന്റെ ഇടത്തോടെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരാൾ ചരിത്രത്തിൽ കയറി വന്നിട്ടുണ്ട്. ആ മനുഷ്യന്റെ പേര് എലോൺ മസ്ക് എന്നാണ്. സ്തോത്രം. ഒരു ദിവസം 85 കോടി രൂപയുടെ വരുമാനം ലോകത്തു നിന്ന് കൊയ്തെടുക്കുന്ന ലോക കോടീശ്വരൻ. ബഹിരാകാശ നിലയം സ്പേസ് എക്സും അതിന്റെ ഭാഗമായ സ്റ്റാർലിങ്കും AI-യും അതിനോടനുബന്ധിച്ച് അതേ നിരത്തിലിറങ്ങുന്ന പുതിയ വാഹനങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, അതുപോലെ തന്നെ ന്യൂറോ ചിപ്പുകൾ, ന്യൂറോ ലിങ്ക്, AI ചിപ്പുകൾ, ഇതെല്ലാം അദ്ദേഹത്തിലൂടെ വൻ വിപ്ലവം സൃഷ്ടിച്ചിരിക്കുന്നു. 32 രാജ്യങ്ങളിൽ പിടിമുറുക്കി കയറി വരുന്ന ആ മനുഷ്യൻ ലോകത്തെ ഒന്നിപ്പിക്കാൻ പോകുന്നു. ട്രംപ് ലോകത്തിന്റെ അമേരിക്കയുടെ പ്രസിഡന്റായി ചരിത്രത്തിൽ കയറി വരുമ്പോൾ കോടാനുകോടി രൂപ മുടക്കി അദ്ദേഹത്തെ പ്രസിഡന്റ് പദവിയിലേക്ക് എത്താൻ പിന്നിൽ നിന്ന് കൈത്താങ്ങിയ മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. ആസന്ന ഭാവിയിൽ ലോകം കാണാൻ പോകുന്നത് അമേരിക്കയുടെ കടിഞ്ഞാൺ ഈ എലോൺ മസ്ക് ഏറ്റെടുക്കാൻ പോവുകയാണ്. ലോകത്തെ ഒന്നിപ്പിക്കാൻ പോവുകയാണ്. ഇതുവരെ ലോകത്തൊന്നിക്കാത്തത് രാഷ്ട്രീയമായിട്ട് മാത്രമാണ്. ആർക്കും ഡച്ചും ജർമ്മനിയും ബ്രിട്ടനും ഫ്രാൻസും അവരുടെ കസ്റ്റംസും അതിനും എടുത്തു കളഞ്ഞു. EU എന്ന യൂറോപ്യൻ യൂണിയനിലൂടെ ഒന്നിച്ചു കഴിഞ്ഞു. അന്ത്യകാലഘട്ടത്തിന്റെ ദശരാഷ്ട്ര സംഘടനയ്ക്ക് ഒരു ഭാഗത്ത് രൂപം കൊണ്ടിരിക്കുകയാണ്. 1917 അത് രൂപപ്പെട്ട സോവിയറ്റ് യൂണിയൻ അത് തകർന്നു. 1990 പല കഷണങ്ങളായി. തുർക്കിമസ്ഥാനും താജിക്കിസ്ഥാനും കസാക്കിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും ലിഥുവാനിയും ലാറ്റ്വിയയും മോൾഡേവിയയും അസ്കോണിയും അർമേനിയയും അസർബൈജാനും ഉക്രൈനും ബൈലറഷ്യയും റഷ്യയുമായി തമ്മിൽ പിരിഞ്ഞു. ഇന്ന് ലോകരാജ്യങ്ങൾ യുദ്ധത്തിന്റെ ചേരിയിൽ. എന്തിനാണെന്നറിയാമോ? അവസാന കാലഘട്ടത്തിൽ ലോകം ഏത് ചേരിയിലേക്ക് എത്തും? അതിനുവേണ്ടി ലോകത്തിന്റെ യുദ്ധങ്ങൾ ചേരി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാ. പ്രാവചനിക കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ലോകം ഒന്നിച്ചുകൊണ്ടിരിക്കുകയാ. എന്റെ പ്രിയരെ, ഇന്ന് രാത്രിയിൽ ഈ ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ, തിരുവെഴുത്തിൽ പറയുന്നത് പോലെ ഇവിടെ ചരിത്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാ. 21ാം നൂറ്റാണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ യുദ്ധങ്ങൾ, എനിക്ക് അതിനെക്കുറിച്ചൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. ഇസ്രായേലിൽ, യെരുശലേമിൽ, അതുപോലെ ഇറാൻ മേഖലകളിൽ നടക്കുന്ന യുദ്ധങ്ങൾ, അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ, സമീപ പ്രദേശങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് രാത്രി തിരിച്ചറിയൂ, ഇതെല്ലാം ഒരു സത്യം വിളിച്ചറിയിക്കുന്നു. ഒരു ഏക ലോക ഗവൺമെന്റിലേക്ക് ലോകം അതെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രിയായ മോദിജി, ബഹുമാന്യനായ നമ്മുടെ പ്രധാനമന്ത്രി ലോകത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കോവിഡ് കാലഘട്ടത്തിൽ പ്രസംഗിച്ചത് ഒരു ഏകലോക ഗവൺമെന്റിന് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ചരിത്രത്തിൽ ഒരു ഏകലോക ഗവൺമെന്റ് ഇവിടെ ആവിർഭവിക്കാൻ പോവുകയാണ്. ഒരു ഏകലോക ഗവൺമെന്റിന്റെ അമരക്കാരനായി ഒരു ഏകലോകാധിപതിക്ക് വേണ്ടി ലോകം ഒരുങ്ങി കഴിഞ്ഞിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ അതിന്റെ തടസ്സമെന്ത്? അവന്റെ രംഗപ്രവേശനത്തിന്റെ തടസ്സമെന്ത്? തടസ്സം ഒന്നേയുള്ളൂ, അത് ദൈവസഭയാണ്. കാഹളം മുഴങ്ങും, നമ്മൾ ഇവിടെ നിന്ന് എടുക്കപ്പെടാൻ പോവുകയാണ്. എൻ്റെ പ്രിയരെ, ഈ ലോകത്തിന്റെ അധിപതിയായി ലോകത്തെ ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു ലോക നേതാവ് ചരിത്രത്തിലേക്ക് കയറുന്നതിന് തൊട്ടു മുൻപ് കാഹളം മുഴങ്ങും, ദൈവസഭ എടുക്കപ്പെടും, നമ്മുടെ കർത്താവ് മടങ്ങി വരാൻ പോവുകയാണ്. കൊക്കോതമംഗലമേ,
നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഞങ്ങൾ ഇവിടെ ഈ 2 ദിവസമായി ഉയർത്തിയ സാക്ഷാൽ ദൈവമായ ക്രിസ്തു രക്ഷകനാണ്, പാപത്തിന്റെ വിമോചകനാണ്. പാപം ഏറ്റുപറഞ്ഞതിന്റെ ഹൃദയത്തിൽ ഈ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ മനസ്സുണ്ടോ? ഈ ക്രിസ്തുവിന്റെ സമാധാനത്തിന് വേണ്ടി നിന്റെ ഹൃദയം തുറക്കാൻ മനസ്സുണ്ടോ? ഈ ക്രിസ്തുവിന്റെ വചനം നിന്നെ സത്യത്തിലേക്ക് നയിക്കുന്നതാണ്. ഈ വചനം നിന്നെ രക്ഷകനെ പരിചയപ്പെടുത്തുന്നതാണ്. ആ രക്ഷകൻ സാക്ഷാൽ യേശു ക്രിസ്തു. ആ ക്രിസ്തു സാക്ഷാൽ ദൈവമാണ്. വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ ആ ദൈവം വസിക്കലായി ഇറങ്ങി വരുന്നു. 5 നയാ പൈസ ചെലവഴിക്കാതെ ഇന്ന് രാത്രി നിന്നെ സഹായിപ്പാൻ, നിന്നെ രക്ഷിപ്പാൻ ആ രക്ഷകൻ ഇറങ്ങി വരുന്നു. സ്നേഹിത, താങ്കൾ ആരുമായിക്കൊള്ളട്ടെ, ഏത് മതമോ ജാതിയോ വർഗമോ വർണ്ണമോ ആരുമായിക്കൊള്ളട്ടെ, ഞങ്ങൾക്കത് വിഷയമല്ല. ഒരു മരണം നിങ്ങളെ തൊടുന്നതിന് മുൻപേ രക്ഷയ്ക്കായ ഒരു അവസരം ദൈവം ഒരുക്കുന്നു. ന്യായവിധി എന്നുള്ളത് 4 അക്ഷരത്തിൽ അവസാനിക്കുന്നതല്ല. അതിനപ്പുറത്ത് കെടാത്ത തീയും ചാകാത്ത പുഴുവും. ഇന്നാണ് സുപ്രസാദ കാലം, ഇന്നാണ് രക്ഷാ ദിവസം. ഇനിയൊരു അവസരം നിങ്ങൾക്ക് ലഭിച്ചില്ലെന്ന് വരാം. ഈ രാത്രി പ്രയോജനപ്പെടുത്തുമോ? നിങ്ങൾക്ക് ലഭിച്ച സുവർണാവസരത്തെ പ്രയോജനപ്പെടുത്തൂ. അറിയാവുന്ന വാക്കുകളിൽ യേശുവേ രക്ഷക, അങ്ങന്റെ ഹൃദയത്തിലേക്ക് വരണമേ. ഞാനൊരു പാപിയായ മനുഷ്യനാണ്, അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആര് പ്രാർത്ഥിക്കും? ഈ നിമിഷം തന്നെ നിങ്ങളെ ശുദ്ധീകരിക്കാൻ, നിങ്ങളുടെ പാപത്തെ പോക്കി, നിങ്ങളുടെ പാപം എത്ര കട്ട പിടിച്ച് കറുത്തിരുന്നാലും ആ പാപത്തെ കഴുകി വെളുപ്പിച്ച്, ഹിമം പോലെ വെളുപ്പിച്ച്, നിങ്ങളെ ശുദ്ധീകരിച്ച് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ഈ രക്ഷകനായ ദൈവം മതിയായവനാകിയാൽ അവന്റെ ചങ്കിൽ നിന്നൊഴുകിയ പവിത്ര രക്തത്തിന് നിങ്ങളുടെ പാപത്തെ പൊക്കി ശുദ്ധീകരിക്കാൻ കഴിയും. ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കുമോ? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്.